റീൽസിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരുത്തിയുടെ സൂക്കേടിനിരയായി ഒരു പാവപ്പെട്ട യുവാവ് അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആത്മഹത്യയാണ് എന്ന് വീട്ടുകാർ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു, പോലീസും പറയുന്നു. പക്ഷേ ഇത് ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന നിലയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണെന്നും നാളെ ഒരു പുരുഷനും ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും സർക്കാരും പോലീസും ഉറപ്പുവരുത്തണം. ഇവിടെ ഒരു സ്ത്രീയെ തൊട്ടു, നോക്കി, പിച്ചി, മാന്തി എന്നൊക്കെ പറഞ്ഞാൽ ആ ആരോപണ വിധേയനായ യുവാവിനെ ക്രൂശിക്കാൻ ഏതറ്റം വരെയും പോകുന്ന മാധ്യമങ്ങളുണ്ട്, പോലീസുണ്ട്, സർക്കാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. പക്ഷേ ഒരു പുരുഷനെ ഈ വിധത്തിൽ മരണത്തിലേക്ക് തള്ളിയിട്ട് കൊന്നിട്ട് ആ സ്ത്രീയെ ഒന്ന് തൊടാനുള്ള ധൈര്യം പോലും ഇതുവരെയും പോലീസിനുണ്ടായിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പുണ്ടോ, ആ യുവതിയുടെ പേര് അതിലുണ്ടോ എന്നൊക്കെയാണ് പോലീസ് ചോദിച്ചത് എന്നാണ് ആ യുവാവിൻ്റെ വീട്ടുകാർ പറയുന്നത്. എങ്ങനെ നമ്മൾ ഈ കേരളത്തിൽ സുരക്ഷിതരായി ജീവിക്കുമെന്ന് ഓരോ പുരുഷനും ഓരോ യുവാവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. രാഹുൽ ഈശ്വർ ഇത് മുമ്പ് പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വറിനെ എല്ലാവരും കളിയാക്കി. പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതുമായി വന്നവരെ കൂവി കണ്ടം വഴി ഓടിച്ചത് ഇന്നാട്ടിലെ പുരുഷ കേസരികൾ കൂടിയാണ്. എന്നിട്ടിപ്പോൾ എന്തായി? അവരന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന വിധത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു യുവാവിന് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. മാനഹാനി കൊണ്ട്, ഒരു യുവതിയുടെ പോക്കൃത്തരം കൊണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ളത് മാധ്യമപ്രവർത്തകയായ രേഷ്മയാണ്. രേഷ്മ, സ്വാഗതം. രേഷ്മ, പറയൂ, എന്താണ്, എങ്ങനെയാണ് ഈ വിഷയത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങൾ സ്ത്രീകൾ, രേഷ്മയൊക്കെ റീൽസൊക്കെ ഇടുന്ന ആളാണല്ലോ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ റീൽസിന് വേണ്ടി, അതിന് റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്? ഒരിക്കലും ഏതും ഇതിനെ ന്യായീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ചെയ്തത് തന്നെ തെറ്റാണ്. ഇപ്പൊ എൻ്റെ ഒരു അടുത്താണ് ഇത് കാണിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പ്രതികരിക്കാനുള്ള ഒരു ബോൾഡ് ഉണ്ടാകണം. അത് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അത് പ്രതികരിക്കണം. വീഡിയോ എടുക്കണ്ട എന്നല്ല, വീഡിയോ എടുക്കേണ്ട പല സിറ്റുവേഷനും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മുന്നിലുണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്പോട്ടിൽ ഒരു ബോൾഡ് കാണിച്ച് ഫ്രണ്ടിലോട്ട് മാറി നിൽക്കൂ, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ചേട്ടാ കണ്ടക്ടറിന്റെ അടുക്ക നമുക്ക് പറയാം ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തൂ എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കാവുന്ന ഒരു കാര്യം. അത് സെൽഫി വീഡിയോ എടുത്ത് റീച്ച് കൂട്ടി ഇത്രയും ആളുകളിലേക്ക് എത്തിച്ചതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഏതു നേരത്തെ പറഞ്ഞിരുന്നു, പുരുഷന്മാർക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോഴും ഇത് പലരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് പുരുഷന്മാരിൽ പോലും ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പല പുരുഷന്മാരും അതിനെ പുറത്തു പറയാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറാകുന്നില്ല. ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നവർക്ക് അറിയാം അദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണ്. അതായത് ജോലി സ്ഥലത്ത് ഇതുവരെ 7 വർഷമായിട്ടൊരു സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് അവിടെ ഒരു പരാതികളോ കംപ്ലൈന്റോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു വർണ്ണിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് യാതൊരു കുറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റു പരാതികളോ ഇദ്ദേഹത്തിനെതിരെ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു റീൽസിലൂടെ ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാവുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു കൊല്ലുന്ന രീതിയിലേക്കാണ് ഈ യുവതി വീഡിയോ കൊണ്ടിട്ടത്. വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതെ അതെ, അത് ഒരു പ്രേരണയാണ്, ഒരു ആത്മഹത്യ പ്രേരണയാണ്. സത്യം പറഞ്ഞ ഒരു മാനസിക അവസ്ഥ ആ ഒരു നേരിട്ട സമയത്ത് തന്നെ ഇവർ ഈ ഒരു റീലിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീലിലൂടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു, എല്ലാവരും പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പം നാട്ടിലും അദ്ദേഹം എവിടൊക്കെ പോകുന്നോ അവിടങ്ങളിലെല്ലാം തിരിച്ചറിഞ്ഞ ആൾക്കാർ അദ്ദേഹത്തെ വേറൊരു കണ്ണിലൂടെ കാണുകയാണെന്ന് തോന്നി അദ്ദേഹത്തിന് അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആത്മഹത്യ മനക്കരത്തില്ലായിരുന്നു, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ ഒരു യുവതി തന്നെ, അതൊരു ആത്മഹത്യയിലുപരി ഒരു കൊലപാതകം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. രേഷ്മ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ രേഷ്മയ്ക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? രേഷ്മ ബസ്സിൽ സഞ്ചരിക്കുന്നു. ഇപ്പൊ ഈ നമ്മൾ ആ വീഡിയോ കണ്ടതാണല്ലോ. രേഷ്മ വീഡിയോ കണ്ടിരുന്നു, ആ യുവതി അതിലിപ്പോ ഒരു യുവതിയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ, അതായത് അയാൾ വളരെ മോശമായിട്ട് ഈ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ ബോധപൂർവം നിരന്തരമായി സ്വകാര്യ ഭാഗങ്ങളിൽ ഇടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് വീഡിയോ കണ്ടപ്പോൾ രേഷ്മയ്ക്ക് തോന്നുന്നത്?
ഞാൻ ആ വീഡിയോ കണ്ടിരുന്നത്. ഞാൻ ആ വീഡിയോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നത്. അത് ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ ആദ്യം നോക്കിയപ്പോഴത്തേക്ക് ഈ പെണ്ണിനെതിരെ ആയിരുന്നു പലരും മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ ഞാൻ തന്നെ ഇതിനെ അധികം നോക്കി കണ്ടില്ല, കാരണം നമ്മൾ സ്ക്രോൾ ചെയ്ത് വിട്ടു. കാരണം അതിനകത്തൊരു കഴമ്പില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാര്യം, അതെ അതെ അതെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ എന്തിട്ടാലും റീച്ച് ആവാം എന്നുള്ള ഒരു ട്രെൻഡിങ് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ സ്ത്രീ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, എന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്നതെങ്കിൽ എൻ്റെ ഒരു പൊതു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് അവരോട് പറയാം, ഫ്രണ്ടിലോട്ട് നിൽക്കൂ, ബാക്കിലോട്ട് നിൽക്കൂ, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാം. അതും അല്ല, നമുക്ക് അത്രയേറെ അശ്ലീലപരമായിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, അല്ല അത്രയേറെ ഇടപെടലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ പകർത്തുന്നത് കൊണ്ട് തെറ്റില്ല. തെളിവായിട്ട്. പക്ഷെ ഈ വീഡിയോയിൽ നമുക്ക് തെളിവിന് പറയാൻ തക്കവണ്ണം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു തെളിവിന് വേണ്ടി എടുക്കുന്നതിലുപരി ബോൾഡായിട്ട് നിന്ന് കുറച്ചിലോട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കുവോ അല്ലെങ്കിൽ ബാക്കിലോട്ട് നിൽക്കുവോ എന്ന് പറയുന്നതായിരിക്കാം ഏറ്റവും നല്ലത്. ഈ പെൺകുട്ടി ചെയ്തത് റീച്ചിന് വേണ്ടി തന്നെ. എന്നിട്ടും അയാള് മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ കണ്ടക്ടറെ അറിയിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക, പരാതി കൊടുക്കുക, അതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ ഇത് ഹാജർ ഒരു വീഡിയോ. അതെ അതെ, ഇത് ഇൻസ്റ്റഗ്രാമിലിട്ട് വൈറലാക്കി ഇദ്ദേഹത്തിനെതിരെ ആൾക്കാർ പ്രതികരിക്കണം എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. അത് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കുക, അല്ലെങ്കിൽ നല്ല രണ്ട് വാക്ക് പറയുക എന്നതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സാമൂഹിക മാധ്യമങ്ങളിലിട്ട് വൈറലാക്കി അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനത്തെ വീഡിയോ എടുക്കാം. കാരണം ഇതിനു മുമ്പ് യദുവിന് അറിയാതിരിക്കാം, ഒരു മസ്താനി എന്ന് പറയുന്ന ഒരു കുട്ടി KSRTC ബസ്സിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെ അതെ 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 അതെ, സവാദിനെതിരെ. അതിനുശേഷം ഒരുപാട് തവണ KSRTC ബസ്സുകളിൽ തന്നെയാണെങ്കിലും മറ്റ് അശ്ലീല രീതിയിലുള്ള പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതിന്റെ സാഹചര്യത്തിൽ ഇതിനൊക്കെ റീച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കച്ചവടമാക്കി മാറ്റാം എന്ന് പലവർക്കും തോന്നിക്കാണും. അതായിരിക്കും ഈ ഒരു പെൺകുട്ടിക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തിട്ടത്. സത്യം പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ രേഷ്മ, ഇപ്പൊ ഇത്രയും മണിക്കൂറുകളായി, ഏതാണ്ട് 48 മണിക്കൂറിന് മേലേക്കായി സംഭവങ്ങൾ പുറത്തു വന്നിട്ടും അത് ആ വ്യക്തി മരിച്ചിട്ടും ആ യുവാവിന്റെ കുടുംബം കരഞ്ഞു പറയുകയാണ് ഈ പെൺകുട്ടി തന്നെയാണ് ഇതിന് കാരണം, അല്ലാതെ വേറെ മാനസിക പ്രശ്നമൊന്നുമില്ല. ആ യുവാവിന്റെ അമ്മയുടെ കരച്ചിലൊക്കെയാണ് വല്ലാത്ത സങ്കടം വരുന്നത്, സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ആ യുവതിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തില് പോലീസ് കേസെടുക്കുന്നില്ല, പ്രേരണാക്കുറ്റം ചുമത്തുമെന്ന് പറയുന്നു, ചുമത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണോ ഇത് കൈകാര്യം ചെയ്യുന്നത്? ഒരു സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണം, സ്ത്രീകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാകണം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ സ്ത്രീകളെ അമിതമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിലായി കുറ്റക്കാരായ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയും പോലീസ് നടപടികൾ വൈകിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെയാണ് സ്ത്രീകൾ ഏറ്റുപറയുന്ന ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം താണു പോകുന്നത്. അതായത് എന്ത് കാര്യത്തിനും ഈക്വാലിറ്റി വേണോ എന്ന് പറയുന്ന സ്ത്രീകളുടെ അതേ വിഷയം തന്നെ പുരുഷന്മാർക്ക് വരുമ്പം അവിടെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ കേസുകൾ മുന്നോട്ട് എത്രയും വേഗം ചെയ്യാനോ ഉള്ള നടപടികളൊക്കെ അവർ വൈകിപ്പിക്കുന്നത് അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊരു ഈക്വാലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലർക്കും അതിനെ നോക്കിക്കണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് അത് അതായത് ആ ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു സമയം ഭയങ്കരമായിട്ട് ലാഗ് ആകുന്നുണ്ട്. മനസ്സിലായി? അത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും സ്ത്രീകളെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഏത് പറയുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇത്രയും മണിക്കൂറായിട്ടും ഒരു കേസ് എടുക്കാനോ, എന്തുകൊണ്ടാണ് അത് സ്ത്രീകൾക്ക് മാത്രം വരുമ്പോൾ ഒരു വേർതിരിവ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഇതൊക്കെയാണ് സംഭവം. അതായത് പോലീസ് പ്രൊട്ടക്ഷൻ പോലും ഏറ്റവും കൂടുതൽ സ്ത്രീക്ക് തന്നെ വരുന്ന ഒരു രീതിയായി മാറി. പ്രൊട്ടക്ഷൻ എന്നുള്ളത് കുഴപ്പമില്ല, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണം. പക്ഷേ കുറ്റവാളികളായ സ്ത്രീകൾ അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ നിയമത്തിൽ പഴുതുപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ തെറ്റ് ചെയ്താൽ പോലും അവരെ തൊടാൻ പറ്റില്ല, തെറ്റ് ചെയ്യുന്നത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒരുപാട് പരിരക്ഷ ലഭിക്കും, അങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇപ്പോൾ സമൂഹത്തിലേക്ക് ഈ യുവതിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ മുമ്പ് PP ദിവ്യയുടെ കേസിൽ ഇത് തന്നെ സംഭവിച്ചാണ്. നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ശേഷം PP ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ എത്ര വലിയ മുറവിളി. പക്ഷെ നേരെ തിരിച്ചാണ്, ഒരു പുരുഷനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, വളരെ എളുപ്പത്തിൽ നടപടികൾ ഉണ്ടാകുന്നു, വളരെ വേഗം അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, പല വിധത്തിലുള്ള നടപടികൾ. പക്ഷെ ഇവിടെ രേഷ്മാനോ ചിന്തിക്കുക, അത് രേഷ്മ ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുവതിയെ ഇത്രയധികം സംരക്ഷിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല.
കാരണം ഈ പറയുന്ന ദീപകിന്റെ അമ്മയെ നിങ്ങൾ ഓർത്തു നോക്കൂ, അവരൊരു സ്ത്രീയാണ്, അവരെത്ര സ്നേഹിച്ചിരുന്ന ഒരു മകനാണ് അവരുടെ മുന്നിൽ മരിച്ച് ഒരു ശവശരീരം പോലെ കടന്നിരുന്നത്. അപ്പം ആ കരയുന്ന കണ്ണീരിനും ഒരു വിലയുണ്ട്. അവിടെ ഒരു സ്ത്രീയാണ് കരയുന്നത്, ആ സ്ത്രീയെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇതിലിപ്പോൾ വേറൊരു കാര്യം, ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് കേസുകൾ, ഇതിന് മുമ്പ് ഒരു പെണ്ണ് ഇതുപോലെ ഒരു മാസ്ക് ഒക്കെ ധരിച്ചിട്ട് സൈഡിൽ നിൽക്കുന്ന ഒരാളെ ബ്ലർ ചെയ്തിട്ട് അയാൾ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ഇത്തരം വീഡിയോകൾ ഇപ്പോൾ വ്യാപകമായിട്ട് പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ചോദ്യം ചോദിക്കാനുള്ളത് രേഷ്മ, ഇപ്പം നാളെ രേഷ്മയ്ക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ രേഷ്മയുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ശരിക്കും ബസ്സിലൊരു ദുരനുഭവം ഉണ്ടായാൽ നമ്മളത് പറയുമ്പോൾ, നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറയല്ലേ എന്ന് ഈ പറയുന്ന ആളുകൾ ശരിക്കും ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ചെയ്യപ്പെടുന്നുണ്ട്. ഈ വ്യാജ അതിജീവിതമാരുൾപ്പെടെയുള്ള ഇതുപോലത്തെ ഒരു വിഭാഗം പെണ്ണുങ്ങൾ കാരണം ശരിക്കും ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകൾക്കും നീതി കിട്ടാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതെ 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 ഇവരിങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ശരിക്കുള്ള, അതായത് യഥാർത്ഥത്തിൽ നടക്കുന്ന ചില ഇൻസിഡൻസ് മറഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക് പോയി. ഇനിയിപ്പോ ആരെങ്കിലും വിശ്വസിക്കോ? ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓ അവളെ പോലെ ഇട്ടു, അല്ലെങ്കിൽ ഇത് ഫേക്ക് ആയിരിക്കും, ഇത് നാളെ വരും, ഇതിന് ഫേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക്, അതായത് ഒന്നുകൂടി പറഞ്ഞു, അതായത് ശരിക്കും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഇരയാകപ്പെടുന്ന സ്ത്രീകൾക്ക് അവിടെ അവരുടെ ഒരു അവകാശം അല്ലെങ്കിൽ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഇല്ലാതാക്കിയാണ് ഈ വ്യാജ കാര്യങ്ങളിലൂടെ ഇത്തരം യുവതികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനും പാടായിരിക്കും. കാരണം ഇപ്പം ആർക്ക് വേണമെങ്കിലും ക്യാമറ ഉണ്ട്, വീഡിയോ എടുക്കാം, ഇൻസ്റ്റഗ്രാമിലിടാം, ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ ഈ യുവതി ഇട്ട വീഡിയോക്ക് ആദ്യം തൊട്ടേ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദീപക് ആത്മഹത്യ ചെയ്യുന്ന വാർത്ത വരുന്നതിന് മുമ്പേ തന്നെ ആളുകൾ പലരും മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു കമന്റ് ബോക്സിൽ ഇത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആ കമന്റ് ബോക്സിൽ ഫുള്ള് ഈ യുവതിക്കെതിരെയായിരുന്നു നെഗറ്റീവ് കമന്റ് ആയിട്ട് വന്നിരുന്നത്. കാരണം അപ്പോൾ പോലും ഈ ആളുകൾ ആരും ആ യുവതിക്ക് ഒപ്പം നിന്നിരുന്നില്ല. പക്ഷേ എന്നാൽ ഈ പ്രശ്നം നടന്ന്, ഈ ആത്മഹത്യ നടന്ന് കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരൊരു സേഫ് സോണിൽ തന്നെ തുടരുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട ആളാണ് എന്ന് പ്രാഥമികമായി നമുക്ക് പറയാവുന്ന നിരവധി വിവരങ്ങൾ ഉണ്ടായിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല. ആ യുവതിയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ ആ യുവതിക്ക് പരിരക്ഷ കിട്ടുന്ന വിധത്തിലേക്ക് നിയമപാലകരും നമ്മുടെ നിയമ സംവിധാനങ്ങളുമൊക്കെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രേഷ്മ പ്രതികരിച്ചതിന് വളരെ നന്ദി. ഇത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങൾ ചെറുക്കപ്പെടേണ്ടതുണ്ട്. എങ്കിലും വ്യാജമായി ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ, FBയിൽ റീച്ച് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പുരുഷന്മാരെ കുടുക്കി അവരെ ഉപദ്രവിച്ച് പുരുഷന്മാരോടുള്ള പക വീട്ടാൻ വേണ്ടി പല സ്ത്രീകളും വ്യാജ പരാതികളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന നിലയിലേക്ക് കേരള പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.